അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ക്രിയേഷൻ ഫേസിൻ്റെ മൂന്നാമത്തെ ഫേസാണ്. അതായത് ഇന്ന് പറയാൻ പോകുന്നത് ഡിസ്കി വേർഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യും സെറ്റിംഗ് ആണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡിസ്കി വേർഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി, ഇന്നലെ വിട്ടുപോയ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ബ്ലോക്ക് സ്കോപ്പിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചത് സ്കോപ്പിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ബ്ലോക്ക് സ്കോപ്പിനെ കുറിച്ച് നമ്മൾ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ബ്ലോക്ക് സ്കോപ്പ് എന്ന് വെച്ചാൽ ഈ ലെറ്റ് അതുപോലെ തന്നെ കോൺസ്റ്റ്, ഈ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഈ ബ്ലോക്ക് സ്കോപ്പിൻ്റെ ആവശ്യം വരിക. ഈ ബ്ലോക്ക് സ്കോപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ബ്രാക്കറ്റ് അതായത് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാത്രം അതിൻ്റെ സ്കോപ്പ് എന്തായിട്ടുണ്ടാവും, ആക്സസ് ആയിട്ടുണ്ടാവുള്ളൂ. അതിന് പുറത്തേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് കൺസെപ്റ്റ്. പക്ഷേ ഈ ലെറ്റും കോൺസ്റ്റന്റ് കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ പറയുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അതിലൊരു ടെമ്പറൽ ഡെഡ് സോണും പിന്നെ അതുപോലെ തന്നെ അത് ആ വേരിയബിൾ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇനീഷ്യലൈസേഷൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ അവിടെ ഒരു റെഫറൻസ് എററാണ് നമുക്ക് ത്രോ ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ്, അവിടെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് വഴി നമ്മൾ അറിയിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്പീഡപ്പ് ആക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബ്ലോക്ക് സ്കോപ്പ് അവിടെ ഈ പറഞ്ഞ E6 ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ലെറ്റും കോൺസും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്, ECMAScript 6 ശേഷമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ കുറച്ച് വലിയൊരു ഹ്യൂജ് മീൻസ് കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഈ ക്രിയേഷൻ ഫേസ് നമ്മൾ ഇനിയും ശരിക്കും ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ബിഹൈൻഡ് ദി സീനാ നമ്മൾ നോക്കില്ല, ഒരു എക്സിക്യൂഷൻ്റെ അവിടെ തന്നെ ഉണ്ട്. ഇനിയും ആ ഗ്ലോബൽ എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞ് പല കാര്യങ്ങളുണ്ട്, അതെങ്ങനെയാണ് വർക്കിംഗ് ചെയ്യുന്നത്, കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യും കാണിച്ചു തരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അതിനുവേണ്ടി തൊട്ട് മുമ്പ് ഇതൊക്കെ മനസ്സിലായാൽ തന്നെ അത് എന്ത് ചെയ്യും, നമുക്ക് അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് പറയാൻ പോകുന്നത് എന്ത് ചെയ്യും, ദിസ് കീവേഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യും നമ്മൾ ഈ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ദിസ് എന്നുള്ളത് മനസ്സിലാക്കണം. ദിസ് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ദിസ് എന്നുള്ളത് ഒരു കീവേഡാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആദ്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. കാരണം ദിസ് എന്നുള്ളത് റെഫർ ചെയ്യുന്നത് ഒരു ഗ്ലോബൽ ഒബ്ജക്റ്റിനെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതാം. ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിൽ ദിസ് എന്നിട്ടാൽ വിൻഡോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം എന്താണ് ഗ്ലോബൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് വിൻഡോ ഒബ്ജക്റ്റ് എന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ബ്രൗസർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിൽ നമ്മൾ ലോഗ് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഈ കൺസോൾ ഡോട്ട് ലോഗ് എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് നമുക്ക് വന്നത്, അത് നമ്മൾ ചിന്തിക്കുന്നില്ലേ? അത് ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ ബ്രൗസർ തന്നെ അല്ലെങ്കിൽ വിൻഡോസ് തന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ട് കുറച്ച് ഫങ്ഷൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കൺസോൾ ഡോട്ട് ലോഗും പിന്നെ അലേർട്ട് അതൊക്കെ എന്തെയാണ് ഇവർ ഡിഫോൾട്ടായി തരുന്നതാണ്. ഓക്കെ, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പിന്നെ ഒരു ഫംഗ്ഷൻ എഴുതി. ഇവിടെ ശരിക്കും നടക്കുന്ന എന്താ വെച്ചാൽ ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ എഴുതുമ്പോൾ തന്നെ ഇത് ഗ്ലോബൽ ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യാണ്, അസൈൻ ആവാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത് കാണുന്നുണ്ട്. ഇതെന്താ, ഈ കോഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തതാണ്. ഓക്കെ, ഇത് നേരെ നമുക്ക് ബ്രൗസറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ, അല്ലേ? ഇനി നേരെ മറിച്ച് ഞാനിവിടെ വെൽക്കം ടു വെസ്ലനെ കമൻറ്റ് ചെയ്തിട്ട് ഇവിടെ കൺസോൾ ഡോട്ട് ലോഗിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കൺസോൾ ഡോട്ട് ലോഗിൽ ഞാൻ ദിസ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാണ്. ഓക്കെ, ദിസ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. എന്താ സംഭവിക്കുക, ദിസ് എന്ന് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, കുറച്ച് ഒബ്ജക്ട്സ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദിസിൻ്റെ. ഈ ദിസ് അപ്പം എന്താ, ദിസ് എന്നുള്ളത് ഗ്ലോബൽ ഒബ്ജക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്ലോബൽ എന്ന് വെച്ചാൽ ഇത് ഗ്ലോബൽ സ്കോപ്പ് അല്ലേ. നമ്മൾ ഈ വാർ വെസ്ലൻ 10 എന്നുള്ളത് എന്താ, ഗ്ലോബൽ സ്കോപ്പ് അല്ലേ. ആ ഗ്ലോബൽ സ്കോപ്പ് എങ്ങനെയാണ് അസൈൻ ആയത്, അത് നമുക്ക് നോക്കി നോക്കാം. അത് ഗ്ലോബൽ, ഞാൻ പറഞ്ഞത് ഗ്ലോബൽ ഒബ്ജക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ റെഫർ ചെയ്യുന്നത്, അതായത് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വെസ്ലൻ എന്നുള്ളത് ഗ്ലോബലിലല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഗ്ലോബൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി എന്ത് ചെയ്യാം,
ഇത് ക്യാരക്ടർ വൈസ് ആണ് എന്ത് ചെയ്ത് സോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഡബ്ല്യുവിൻ്റെ ഭാഗത്തെടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, സോറി, PQRST. ഇവിടെ കണ്ടോ വെസ്ലൻ, കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഈ വെസ്ലൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 10 എന്നുള്ളത് ഉണ്ട്, കാരണം വെസ്ലിൻ്റെ വാല്യൂ എത്രയാണ്, 10 ആണ്. അപ്പോൾ ഗ്ലോബലി എന്തൊക്കെയുണ്ടോ, നമ്മൾ ഗ്ലോബലി എന്തൊക്കെ എഴുതുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലെറ്റ് ഗ്ലോബൽ എന്ന് എഴുതി ഒരു സ്ട്രിങ് എഴുതാം, വെസ്ൽ എന്നുള്ളത് ഇവിടെ എഴുതാം. നമ്മളിവിടെ ലെറ്റ് ഗ്ലോബൽ വെസ്ൽ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ലെറ്റ് കൊടുത്താൽ എന്ത് ചെയ്യൂല, ഇവിടെ കാണാൻ പറ്റൂല. ലെറ്റ് എന്നുള്ളത് ബ്ലോക്ക് സ്കോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലോബലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും അത് കാണിക്കാൻ പറ്റൂല. അതിൻ്റെ കേസ് ഞാൻ പിന്നീട് പറഞ്ഞു. ഞാൻ ലെറ്റും കോൺസ്റ്റും എന്നുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ എക്സിക്യൂഷൻ്റെ ഈ ബിഹൈൻഡ് ദി സ്ക്രീൻ ഉണ്ടല്ലോ, ഈ ജാവാസ്ക്രിപ്റ്റിൽ റൺ ആവുന്ന ടൈമിൽ ഉള്ള സീനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, കോഡിലേക്ക് നോക്കാം. ഓക്കെ, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വാർന്ന് കൊടുത്തു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഗ്ലോബൽ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ABCDEFG. ഓക്കെ, ഇവിടെ കണ്ടോ, ഗ്ലോബൽ എന്നുള്ളത് വെസ്ൽ എന്നുള്ളത് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിസ്ക് എന്നുള്ളത് ഗ്ലോബൽ ഒബ്ജക്റ്റ് ഓർ വിൻഡോ ഒബ്ജക്റ്റ്. വിൻഡോ ഒബ്ജക്റ്റ് എന്ന് പറയാം, ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റെഫർ ചെയ്ത് തരുന്നുണ്ട്. ഇതിനെയാണ് ഡിസ്ക് ഇവിടെ എന്ന് പറയാം. ഇനി നമ്മൾ ഇതിന് ആക്സസ് ചെയ്യാൻ നോക്കണം, അതായത് വെസ്ൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ വെസ്ൽ എന്ന് കൊടുക്കുന്നു. വെസ്ൽ എന്ന് കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ആവും. നോക്കി കാണാം, കണ്ടോ, 10 എന്നുള്ളത് പ്രിൻ്റായി. ഇനി ഞാൻ മാറ്റി ഗ്ലോബൽ എന്ന് ഞാൻ കോൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഗ്ലോബൽ വെസ്ൽ എന്നുള്ളത് പ്രിൻ്റായി. ഓക്കെ, ഇങ്ങനെയും നമുക്ക് കോൾ ചെയ്യാം. അത് നേരെ മറിച്ച് ദിസ് ഇല്ലാതെ ഗ്ലോബൽ എന്ന് എഴുതിയാൽ അതും കൂടി ഇവിടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇത് മനസ്സിലാക്കുക. അപ്പോൾ ദിസ് എന്നുള്ളത് എന്തിനെ റെഫർ ചെയ്യും, ഈ പറഞ്ഞ ഗ്ലോബൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളെ വിൻഡോ ഒബ്ജക്റ്റിന് എന്ത് റെഫർ ചെയ്യും. പക്ഷേ ആരോ ഫംഗ്ഷൻ്റെ കേസൊക്കെ വരുമ്പോൾ കുറച്ച് മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ദിസിൻ്റെ എന്താ കേസ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ദിസ് എന്നുള്ളത് ദിസ്സിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസോളും ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഓക്കെ, നമുക്ക് എന്താ കൺസോളും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനെ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേരും ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. ദിസ് ഡോട്ട് കൺസോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ കൺസോളും കൂടി ഇവിടെ പ്രിൻ്റ് ചെയ്യും. കൺസോളിൽ തന്നെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൺസോൾ മാത്രമല്ലോ, കൺസോള് ഡോട്ട് ലോഗ് എന്നാണ്. ഈ നമ്മൾ ഒബ്ജക്റ്റിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡോട്ട് വെച്ചിട്ടല്ലേ നമ്മൾ എടുക്കുള്ളൂ. ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ലോഗ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കൺസോൾ ഇഷ്ടംപോലെ എന്തുണ്ട്, ഇതുണ്ട്. അതിൽ നമ്മൾ ലോഗ് എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി. അതിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്, ഈ സ്ക്രീനിൽ കാണുമ്പോൾ ലോഗ് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതുപോലുള്ള മൾട്ടിപ്പിൾ എന്തുണ്ട്, ഈ പോലെ ഒബ്ജക്ട്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അലേർട്ട് ആണെങ്കിലും അതുപോലെയാണ്, അലേർട്ട് ഉപയോഗിക്കുന്നു. അലേർട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺസോളിന് പകരം ഇവിടെ അലേർട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഉപയോഗിച്ചാൽ മതി. അലേർട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് വെസ്ൽ എന്ന് കൊടുക്കുന്നു. വെസ്ലിനെ കുറിച്ച് സേവ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അലേർട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഒന്ന് റിഫ്രഷ് ചെയ്താൽ വെസ്ൽ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് ദിസ് കീവേഡ് പറയുക. അപ്പോൾ ദിസ് കീവേഡ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ വാല്യൂ ആണ്. ഇപ്പോൾ ദിസ് കീവേഡ് എന്താ മനസ്സിലായി, ദിസ് കീവേഡിൻ്റെ വാല്യൂ എന്തായി മനസ്സിലായി. വാല്യൂ എന്ന് വെച്ചാൽ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മൂന്നാമത്തെ ക്രിയേഷൻ ഫേസിൽ നടക്കുന്നത് ദിസ് കീവേഡിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഗ്ലോബലി ഉള്ള, നമ്മൾ ഗ്ലോബലി എഴുതിയിട്ടുള്ള വെസ്ലൻ അതുപോലെ തന്നെ ഗ്ലോബൽ എന്നുള്ള വേരിയബിളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അതൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്ലോബലി അല്ലെങ്കിൽ വിൻഡോ ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അതാണ് മൂന്നാമത്തെ ഫേസ്. അപ്പോൾ സ്കോപ്പ് ചെയിനിങ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ദിസ് കീവേഡ് എന്നുള്ളത് എന്ത് ചെയ്യും, ഗ്ലോബൽ എക്സിക്യൂഷനിൽ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അതായത് ഗ്ലോബൽ എക്സിക്യൂഷനിലെ കാര്യങ്ങളൊക്കെ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, വിൻഡോ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ആവുക. ഇപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ആവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇല്ല, ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ആവുന്ന ടൈമിൽ അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഗ്ലോബലി ആണ് ഈ പറഞ്ഞ എല്ലാതും ക്രിയേറ്റ് ആവുന്നത്. ഈ വേരിയബിൾ അതുപോലെ തന്നെ ഫങ്ഷൻ ഡിക്ലറേഷൻ ഒക്കെ എന്ത് ചെയ്യും, ഗ്ലോബൽ എക്സിക്യൂഷനിലാണ് അത് ദിസിൻ്റെ വാല്യൂ ആയിട്ട് ക്രിയേറ്റ് ആവുക. പക്ഷേ ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ബട്ട് എന്ത് ചെയ്യാൻ പറ്റൂല,
അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ദിസിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ദിസിൻ്റെ പാർട്ട് കുറച്ചുണ്ട് പറയാൻ, അത് നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കേസാണ്, ഈ പറഞ്ഞ ഫേസസ് ആണ് ഈ പറഞ്ഞ ക്രിയേഷൻ ഫേസിൽ നടക്കുന്നത്. ആദ്യം പറയുന്ന ഒന്നും കൂടി ഞാൻ പറയാം. നമ്മൾ ക്രിയേഷൻ ഫേസ് നടക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ആദ്യം VO അതായത് നമ്മുടെ മെമ്മറി വേരിയബിൾ ഒബ്ജക്റ്റ് എന്നുള്ളതിലാണ് നമ്മളെ വേരിയബിൾസ് അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. വാറിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ നമ്മൾ അൺഡിഫൈൻഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ശേഷം നേരെ സ്കോപ്പ് ചൈനിങ് ആണ്. സ്കോപ്പ് ചൈനിങ് എന്താ നമ്മൾ പ്രോപ്പറായി പറഞ്ഞിരുന്നു. അതായത് ഈ പറഞ്ഞ വേരിയബിൾ ഡിക്ലറേഷൻ അതൊക്കെ കഴിഞ്ഞ ശേഷം അതിന് ഏതൊക്കെ സ്കോപ്പിലാണോ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇന്നർ ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ VO എങ്ങനെ ക്രിയേറ്റ് ആവുക, ആദ്യം ഗ്ലോബൽ ഒബ്ജക്റ്റിൻ്റെ ഒരു എന്ത് ചെയ്യും, ഗ്ലോബൽ ഒബ്ജക്റ്റിൻ്റെ ഫേസ് ക്രിയേറ്റ് ആവും. പിന്നീട് എന്ത് ചെയ്യും, വീണ്ടും വന്നിട്ട് ഔട്ടർ ഫംഗ്ഷൻ്റെ ഒരു VO ക്രിയേറ്റ് ആവും. പിന്നെ ഇന്നർ ഫംഗ്ഷൻ്റെ ഒരു VO കൂടി ക്രിയേറ്റ് ആവും. അപ്പോൾ ഇവിടെ ആക്സസ് ചെയ്യുന്ന എങ്ങനെ, ഇന്നർ ഫംഗ്ഷന് ഔട്ടർ ഫംഗ്ഷൻ്റെ ആക്സസ് ചെയ്യാൻ പറ്റും, ഔട്ടർ ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബലിൻ്റെ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ സ്കോപ്പ് ചൈനിങ് ആയിട്ടാണ് പോവുക. നേരെ മറിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല, ഔട്ടറിന് ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇതെന്താ വെച്ചാൽ സ്കോപ്പ് ചൈനിങ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കോപ്പ് ചൈനിങ് എന്ന് പറയുക. ആ ക്രിയേഷനും കൂടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരുന്നതാണ് ദിസിൻ്റെ പാർട്ട്. ദിസ് പാർട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ വേരിയബിൾസ് ഫങ്ഷൻസ് ഒക്കെ ഒരു ഗ്ലോബലി എന്ത് ചെയ്യും, അതിനെ അസൈൻ ചെയ്യും. ഓക്കെ, ഈ 3 ക്രിയേഷൻ ഫേസ് കഴിഞ്ഞതിന് ശേഷം, അത് ദിസിൻ്റെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ദിസിൻ്റെ വാല്യൂ ആണ്, സെറ്റിംഗ് ഓഫ് വാല്യൂ ഓഫ് ദിസ്. ഓക്കെ, സെറ്റിംഗ് വാല്യൂ ഓഫ് ദിസ് കീവേഡിൻ്റെ വാല്യൂ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ 3 ഫേസ് ക്രിയേഷൻ ഫേസ് കഴിഞ്ഞതിന് ശേഷം നേരെ എക്സിക്യൂഷൻ ഫേസ് ആണ്. ഇപ്പോൾ എക്സിക്യൂഷൻ ഫേസ് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ലാസ്റ്റ് ഫേസ്. നമുക്ക് ഈ പറഞ്ഞ ക്രിയേഷൻ ഫേസ് കഴിഞ്ഞ് പിന്നെ വരുന്നത് എക്സിക്യൂഷൻ ഫേസ് ആണ്. എക്സിക്യൂഷൻ ഫേസിലേക്കാണ് പിന്നെ നോക്കുന്നത്. അതായത് ക്രിയേഷൻ ഫേസ് കഴിഞ്ഞ് ക്രിയേഷൻ ഫേസിലൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു വാല്യൂസ് ഒക്കെ അൺഡിഫൈൻഡും പിന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷനും മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാ വേരിയബിൾ, അതായത് വാറിൽ ഡിക്ലെയർ ചെയ്ത എല്ലാ വേരിയബിൾ എന്തായിരുന്നു, അൺഡിഫൈൻഡ് ആയിരിക്കും. നേരെ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ ഫേസിലേക്കാണ്. പക്ഷെ നേരെ മറിച്ച് അതിന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അൺഡിഫൈൻഡ് എന്ന വാല്യൂ വരും, എറർ ത്രോ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ എക്സിക്യൂഷൻ ഫേസിലേക്ക് വരുമ്പോൾ ഈ എല്ലാ കോഡിനെയും നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ എഞ്ചിൻ എന്ത് ചെയ്യും, ഒന്നും കൂടി റീഡ് ചെയ്യും. ഓക്കെ, എന്തിനാണ് ഈ അൺഡിഫൈൻഡ് വാല്യൂ വെച്ചതിനും പിന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്തതിനും ഒക്കെ വാല്യൂസ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും, വീണ്ടും വന്നിട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് തിയററ്റിക്കലി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്രിയേഷൻ ഫേസ് കഴിഞ്ഞാൽ നേരെ എക്സിക്യൂഷൻ ഫേസ്. എക്സിക്യൂഷൻ ഫേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഒന്നും കൂടി എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിനെ റൺ ചെയ്തിട്ട് അതിൽ വാല്യൂ എന്തിനൊക്കെ, ഇപ്പോൾ എ എന്നുള്ളത് അൺഡിഫൈൻഡ് ആണെങ്കിൽ എൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അത് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ ഡിക്ലറേഷനിലാകുമ്പോൾ ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് വാല്യൂ ആഡ് ചെയ്യേണ്ടത് അതും ആഡ് ചെയ്യും. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും, വീണ്ടും മീൻസ് ബൈറ്റ് കോഡിലേക്ക് മാറ്റും. നമ്മൾ പറഞ്ഞല്ലോ ഈ മിഷൻ കോഡിലേക്ക് മാറ്റേണ്ട JIT ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇൻ ടൈം എന്ന് വെച്ച ഒരു കമ്പൈലിംഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനൊക്കെ എന്ത് ചെയ്യും, ബൈറ്റ് കോഡിലേക്ക് മാറ്റും. ബൈറ്റ് കോഡിൽ നിന്നാണ് പിന്നെയാണ് എക്സിക്യൂഷനിലേക്ക് എത്തുക. ഓക്കെ, എക്സിക്യൂഷൻ ഫേസിൽ വേറെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ഒന്നും കൂടി ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യുന്ന ടൈമിൽ ഈ പറഞ്ഞ അൺഡിഫൈൻഡ് അതുപോലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒക്കെ വാല്യൂസും പിന്നെ പ്രോപ്പറായിട്ട് അതിനെ എന്ത് ചെയ്യും, വാല്യൂ അസൈൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ലൈൻ ബൈ ആണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അതിനാണ് സിങ്ക്രണസ് എന്ന് പറയുക. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാൽ മതി. അപ്പോൾ എക്സിക്യൂഷൻ എന്ത് ചെയ്യും, നേരെ എക്സിക്യൂഷൻ ചെയ്യും. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നേരെ എക്സിക്യൂട്ട് ചെയ്യൂല, നേരെ മറിച്ച് ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ സ്റ്റാക്കിനെ കുറിച്ചാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ സപ്പോർട്ട് ചോദിക്കുക, എന്ത് ചെയ്യും, പ്രോപ്പറായി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.